വാ, ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ അമീരി? നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. മുടി എന്താണ് ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്നത്? ഓക്കെ, ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ ഉണ്ട്. അന്നൊക്കെ വെയിലത്ത് വന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒന്ന് തലവേദന എടുക്കുന്നു, ഡ്രസ്സൊക്കെ മാറിയിട്ടായിരുന്നു. ചേട്ടാ കൊടുക്കുക നമുക്കില്ല, എനിക്ക് ചൂടെടുക്കുന്നത്. അപ്പം നമ്മൾ സ്കില് കഴിഞ്ഞ് നമ്മുടെ ഉടുപ്പ് മാറാൻ പോകാം. ഇതെൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ, ആൻമിരിയ. അപ്പോൾ ഇവളത് എനിക്ക് തലവേദന എടുക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും തല ഇങ്ങനെ മസാജ് ചെയ്ത് തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എപ്പോഴും എൻ്റെ കൂടാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടാണ്. കുറച്ച് നേരം അടുത്തിട്ട് ഇട്ടിച്ച് പോകുന്നുണ്ട്, എന്നാലും കുറേ നേരം എനിക്ക് അവൾ തല മസാജ് ചെയ്ത് തന്നു. അങ്ങനെ കുറേ നേരം കിടന്ന് ഞാൻ ഉറങ്ങിയായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വിചാരിച്ചു ചക്ക ഇടാൻ പോകാമെന്ന്. വിളഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും ചക്ക കഴിക്കാനായിട്ട് മോഹമായതുകൊണ്ട് ഇതിൻ്റെ വീടിന് പുറകിൽ വലിയൊരു കാടാണ്. മഴ പെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കാട് പിടിക്കും. അപ്പം കാട്ടിലൂടെ എല്ലാം കയറി ഞങ്ങൾ ചക്ക ഇടാമെന്ന് വിചാരിച്ചത്. എൻ്റെ ചേച്ചിയാണ്. അപ്പം ചേച്ചി ഞാനും കൂടെ ചക്ക ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒത്തിരി നാൾ കഴിക്കാതിരുന്ന് ഇരിക്കണോണ്ടാവാം ഭയങ്കരമായിട്ട് കൊതി വന്നു. അതിപ്പം ഞാൻ വിചാരിച്ചു ഒരു ചക്ക ഇട്ടിട്ട് ചക്ക വേവിച്ച് കഴിക്കാം. ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഒരുമാതിരി ചക്കയുണ്ട്. ഒരു ചക്ക ഇങ്ങനെ കേടായി താഴെ ഇരുന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്, ചീഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം നേരത്തെ ഇടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൽ വിളഞ്ഞത് ഏതാണെന്നൊന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, ഇതിൻ്റെ പരുവം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ നോക്കണുണ്ട്, ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അത് വിളഞ്ഞതല്ലായിരിക്കും എന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ ഊഹിച്ചൊരെണ്ണം വെട്ടണുണ്ട്, വിളഞ്ഞാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. അത് വെട്ടിക്കൊണ്ട് എനിക്കിത് വെട്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് പോകണുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്ത് ഞങ്ങളിങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. കാട് പിടിച്ച് കിടക്കണോണ്ട് പേടിയുണ്ടായിരുന്നു, വല്ല പാമ്പോ വല്ല ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ആ വെട്ടുകത്തിയൊക്കെ താഴെ നിന്ന് എടുത്തിട്ട് ചേച്ചിയുടെ പുറകെ പോകണുണ്ട്. ഇത് വെട്ടി നോക്കാം ഇത് വിളഞ്ഞാണോ അല്ലയോ എന്ന്. അപ്പം വെട്ടി നോക്കിയപ്പോൾ മനസ്സിലായി നമ്മുടെ സംഭവം വിളഞ്ഞതല്ല എന്നുള്ളത്. ഒരു പൊട്ടിച്ചക്കയായിരുന്നു, എന്നാലും കുഴപ്പമില്ല, വേവിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വേവിക്കാൻ നല്ലതാണെന്ന് ആയതുകൊണ്ട് മുഴുവൻ ചക്ക എടുത്തില്ല, വേറൊരു ചക്കയും വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചക്ക വേസ്റ്റായി, 2 ചക്ക വേസ്റ്റായി. അതിനകത്തുനിന്ന് ഇത്തിരി മാത്രം കണ്ടോ, ഇത്രയും സംഭവം നമ്മൾ എടുത്തിട്ടുള്ളൂ. എടുത്തിട്ട് അതൊന്ന് വേവിച്ചപ്പോഴും കറക്റ്റ് ചക്കയുടെ ഒരു പരുവത്തിൽ വന്നിട്ടില്ല, ചക്ക വേവിച്ചതിൻ്റെ പരുവത്തിൽ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ആദം, ഇവനാണെങ്കിൽ ഇവനെ പെണ്ണായിട്ട് ഞങ്ങൾ ഒരുക്കി കുറച്ച് നേരം കളിക്കുകയായിരുന്നു.